നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 3. മക്കളെ, തൃതീയ പാഠ ശാസ്ത്ര കൗതുകം. 3ാമത്തെ പാഠം ശാസ്ത്ര കൗതുകം. നമുക്ക് കൗതുകമായ കാര്യങ്ങൾ ശാസ്ത്രത്തിലൂടെ കാണാം. ശാസ്ത്രത്തിൻ്റെ കൗതുകം. ഭാരതസ്യ പ്രഥമഃ കൃത്രിമോപഗ്രഹഃ കഃ? ഏതത് നാമ കഥം പ്രാപ്തം? സംസ്കൃതഭാഷായാം നൈകേ വിജ്ഞാനോദ്ദീപകാः ഗ്രന്ഥാः വിദ്യन्ते. ते ग्रन्थाः तेषां कर्तारश्च लोकप्रथिताः भवन्ति. एतेषु ग्रन्थेषु विद्यमानाः सर्वे श्लोकाः अपि विज्ञानदायकाः भवन्ति. तेभ्यः श्लोकद्वयं पाठेऽस्मिन् समायोजितम्. तृतीयः पाठः, 3ാമത്തെ പാഠം ശാസ്ത്രകൗതുകം. ഭാരതസ്യ പ്രഥമഃ കൃത്രിമോപഗ്രഹഃ കഃ? ഭാരതത്തിൻ്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അവിടെ ഉപഗ്രഹ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കഹ എന്ന് ചോദിക്കുന്നത് പുല്ലിംഗത്തിൽ. ഏതത് നാമ കഥം പ്രാപ്തം? ആ പേരെങ്ങനെയാണ് കിട്ടിയത്? സംസ്കൃത ഭാഷായ നൈകേ വിജ്ഞാനോദ്ദീപകാः ഗ്രന്ഥാः വിദ്യന്തെ. സംസ്കൃത ഭാഷയിൽ ഏകം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, അനേകം, ധാരാളം വിജ്ഞാന ഉദ്ദീപകങ്ങളായിട്ടുള്ള, വിജ്ഞാനത്തെ വളർത്തുന്നതായിട്ടുള്ള, വിജ്ഞാനത്തെ ഉണർത്തുന്നതായിട്ടുള്ള ഗ്രന്ഥാഹ വിദ്യന്തെ, ഗ്രന്ഥങ്ങൾ ഉണ്ട്. തേ ഗ്രന്ഥാഹ, ആ ഗ്രന്ഥങ്ങൾ, തേഷാം കർത്താരശ്ച, അവയുടെ കർത്താക്കൾ, അത് എഴുതിയ ആളുകൾ, മഹാന്മാർ, ഇവരെല്ലാം തന്നെ ലോകെ പ്രഥിതാഹ ഭവന്തി, ലോകത്തിൽ പ്രസിദ്ധരാണ്. ഏതേഷു ഗ്രന്ഥേഷു, ഈ ഗ്രന്ഥങ്ങളിൽ വിദ്യമാനാഹ സർവേ ശ്ലോകാഹ അപി, ആ ഗ്രന്ഥങ്ങളിലുള്ളതായ എല്ലാ ശ്ലോകങ്ങളും വിജ്ഞാനദായകാഹ ഭവന്തി, അറിവിനെ നൽകുന്നവ ആണ്. തേഭ്യഃ ശ്ലോകദ്വയം, അതിൽ നിന്ന് 2 ശ്ലോകം, പാഠേസ്മിൻ സമായോജിതം, ഈ പാഠത്തിൽ ചേർത്തിട്ടുണ്ട്. ഏകം ച ദശ ച ശതം ച സഹസ്രം ത്വയുത നിയുതോ തഥാ ച പ്രയുതം കോട്യർബുദം ച വൃന്ദം സ്ഥാനാസ്ഥാനം ദശഗുണം സ്യാത്. ഏകം ച ദശ ച ശതം ച സഹസ്രം ത്വയുത നിയുതേ തഥാ ച പ്രയുതം കോട്യർബുദ ച വൃന്ദം സ്ഥാനാസ്ഥാനം ദശഗുണം സ്യാത്. ഏകം ച 1, ഏകം ച 1 അല്ലേ? ഏകം ച ദശ ച ശതം 1, 10, 100, സഹസ്രം 1000, തു അയുതം 10,000, നിയുതം ലക്ഷം, പ്രയുതം 10 ലക്ഷം, കോടി 1 കോടി, അർബുദം 10 കോടി, വൃന്ദം 100 കോടി. ഇതെല്ലാം തന്നെ സ്ഥാനാസ്ഥാനം ദശഗുണം സ്യാത്, ഇതെല്ലാം തന്നെ 10ൻ്റെ ഗുണിതങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഏകം ഗുണിക്കണം 10, 1 10 10, ഏകം കഴിഞ്ഞ ഒറ്റസ്ഥാനം, പിന്നെ 10, ദശ ഗുണിക്കണം ശതം, ദശ ഗുണിക്കണം ശതം എന്ന് പറഞ്ഞാൽ 10 ഗുണിക്കണം 10, തെറ്റിപ്പോയി, ഒന്നുകൂടെ പറയട്ടെ. ഏക ച ദശ ച ശതം ച സഹസ്രം ത്വ അയുധ നിയുതേ തഥാ ച പ്രയുതം കോട്യർബുദം വൃന്ദം സ്ഥാനാസ്ഥാനം ദശഗുണം സ്യാത്. ഇത് ആര്യഭടീയം, ഇത് ഗണിതപാദഃ, ഇത് ഗണിതത്തെ സംബന്ധിച്ചുള്ളതാണ്. മാത്സ്, കണക്ക്, ഗണിതം സംബന്ധിച്ചുള്ളതാണ്. ഏകം ച ദശ ച ശതം ച സഹസ്രം ത്വയുത നിയുതേ തഥാ ച പ്രയുതം കോട്യർബുദം ച വൃന്ദം സ്ഥാനാസ്ഥാനം ദശഗുണം സ്യാത്. ഇതെല്ലാം തന്നെ 10ൻ്റെ ഗുണിതങ്ങളായിട്ടാണ്.
ഏകം 1, 1 ഗുണിക്കണം 10, 10, 10 ഗുണിക്കണം 10 100, 100 ഗുണിക്കണം 10 1000, 1000 ഗുണിക്കണം 10 10000, 10000 ഗുണിക്കണം 10 ലക്ഷം, ലക്ഷം ഗുണിക്കണം 10 10 ലക്ഷം, 10 ലക്ഷം ഗുണിക്കണം 10 കോടി, കോടി ഗുണിക്കണം ദശ 10 കോടി. അതാണ് ഇതെല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണെന്ന് പറയുന്നത്. ഏകം 1, ദശ 10, ശതം 100, സഹസ്രം 1000, തോ അയുധം 1000 കഴിഞ്ഞാൽ പിന്നെ അയുധം 10000, നിയുധം ലക്ഷം, തഥാച പ്രയുധം 10 ലക്ഷം, കോട്ടി അർബുദം കോടി 1 കോടി, അർബുദം 10 കോടി, വൃന്ദം 100 കോടി. അങ്ങനെ സ്ഥാനാസ്ഥാനം ദശഗുണം സ്യാത്. അപ്പോൾ സംഖ്യാസ്ഥാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ശ്ലോകം. ഇതിൻ്റെ പദച്ഛേദം: തു അയുധ നിയുതേ, തു അയുധ നിയുതേ, തു അയുധ നിയുതേ. അയുധം 1000, നിയുധം 10000. വിഗ്രഹം: അയുധ നിയുതേ എന്ന് പറഞ്ഞാൽ അയുധം ച നിയുധം ച, അയുധം 1000, നിയുധം 10000. തെറ്റിപ്പോയി. അയുധം 10000, നിയുധം സഹസ്രം, അയുധം 10000, നിയുധം ലക്ഷം. കോട്ടി അർബുദം, കോടി ച അർബുദം ച. അർബുദം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യാവിലയാണ് കേട്ടോ. കോടി കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യാസ്ഥാനമാണ് 10 കോടി. അതാണ് അർബുദം എന്ന് ഇവിടെ പറയുന്നത്. അനയോഹോ സമാഹാര, അതാണ് കോട്ടി അർബുദം. ഇതവിടെ സംഖ്യ എഴുതിയത് നിങ്ങളൊന്ന് നോക്ക്. ഏകം, ദശ, ശതം, സഹസ്രം, അയുധം, നിയുതം. സഹസ്രം വരെ നമുക്ക് ശരിക്കും അറിയാം. ഒറ്റ 10, 100, 1000. എന്താണ് പിന്നെ അയുധം എന്ന് പറഞ്ഞാൽ 10000, നിയുതം എന്ന് പറഞ്ഞാൽ ലക്ഷം, പ്രയുധം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, കോടി എന്ന് പറഞ്ഞാൽ കോടി തന്നെ, അർബുദം എന്ന് പറഞ്ഞാൽ 10 കോടി, വൃന്ദം എന്ന് പറഞ്ഞാലോ 100 കോടി. അപ്പം നല്ല വാക്കല്ലേ അതൊക്കെ? ഓർമ്മിക്കണേ, എഴുതിയിരിക്കണേ, പഠിക്കണേ. അന്വയം: ഏകം, ഏകം ഇതി സംഖ്യ. ദശ, ദശ ഇതി സംഖ്യ. ഇവിടെ അക്കത്തിലും എഴുതിയിട്ടുണ്ട്. ശതം, ശതം ഇതി സംഖ്യ 100. ച അഭി കൂടാതെ, സഹസ്രം, സഹസ്രം ഇതി സംഖ്യ 1000. തോ അഭി കൂടാതെ, ആയുധ നിയുതേ, ആയുധം 10000, നിയുതം ലക്ഷം ച. തഥാ ഏവം പ്രകാരേണ പ്രയുധം, പ്രയുധം ഇതി സംഖ്യ 10 ലക്ഷം. കോട്ടി അർബുദം, കോടിയും അർബുദവും 10 കോടി. വൃന്ദം 100 കോടി. വൃന്ദം ഇതി സംഖ്യ. സ്ഥാനാത് സ്ഥാനം, ഏകസ്മാത് സ്ഥാനാത് അഗ്രസ്ഥാനം യാവത്. ഏകസ്മാത് സ്ഥാനാത് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് മുകളിലത്തെ സ്ഥാനം വരെ. ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി എന്ന് നമ്മൾ പറയില്ലേ, അത്. പിന്നെ ദശ ഗുണം, ഇതെല്ലാം തന്നെ ദശ ഇതി സംഖ്യയാഹ ഗുണിതം. ഇത് 10 എന്ന സംഖ്യയുടെ ഗുണിതങ്ങളാണ്. സ്യാത്, ഭവേത്. ഒന്നുകൂടെ നോക്ക് ആശയം. ഏക 1, ദശ 10 സംഖ്യയിലും അക്ഷരത്തിലും അക്കത്തിലും എഴുതണം. ശതം 100, സഹസ്രം 1000, 1000 അയുധം, 10000 നിയുധം, ലക്ഷം പ്രയുധം, 10 ലക്ഷം, കോടി 1 കോടി, അർബുദം 10 കോടി, വൃന്ദം 100 കോടി. ചക്രമേണ ദശഗുണിതാഹ സംഖ്യാഹ ഭവേത്. ഇതെല്ലാം 100ൻ്റെ പെരുക്കങ്ങളാണ്, അല്ലെങ്കിൽ ഗുണിതങ്ങളാണ്. അടുത്തത് ചന്ദ്രോജലമർക്കോഗ്നി മൃദ്ഭൂ ഛായാവിയാ തമസ്തദ്ധി ഛാദേതി ശശി സൂര്യം ശശിനം മഹിതീച്ച ഭൂഛായയാ. ഇന്നത്തെ സയൻസ് പണ്ടത്തെ ആര്യഭടീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രോ ജലം അർക്കോ അഗ്നി മൃദ്ഭൂ ഛായാവിയാ തമസ്തദ്ധി ഛാദേതി ശശി സൂര്യം ശശിനം മഹതീച്ച ഭൂഛായയാ. ചന്ദ്രഃ ജലം, അർക്കഃ സൂര്യൻ അഗ്നി,
ഭൂമി മണ്ണ്, മൃത്ത് ഭൂഹു എന്നാണ് പറയുന്നത്. മൃത്താണ് ഭൂമി. അതിൻ്റെ ഛായ, അതിൻ്റെ തണലുകൾ. യാ തസ്മാദ് യാ അതിൻ്റെ ഛായ വരുമ്പോൾ തമഹ തദ്ഹി തമസ് വരുന്നു. എന്താ പറയുക, ഛായ വരുമ്പോൾ ഇരുട്ട് വരുന്നു. ഛാദയതി ശശി സൂര്യൻ, ശശി സൂര്യനെ മറയ്ക്കുന്നു. ശശിനം മഹതീച്ച ഭൂഛായ, ശശിയെ ഭൂഛായ കൊണ്ടും മറയ്ക്കുന്നു. അതിനെ സൂര്യഗ്രഹണമെന്നും ചന്ദ്രഗ്രഹണമെന്നും പറയുന്നു. ആര്യഭടീയത്തിൽ ഗോളപാദഹ എന്ന സ്ഥലത്തുള്ള ഒരു ശ്ലോകമാണ്. ചന്ദ്രഹ ജലം അർക്കോ അഗ്നി, ചന്ദ്രഹ ജലം അർക്കഹ അഗ്നി തീയെ. മൃത്ത് ഭൂഹു ഛായ അഭി, ഛായ അഭി, അതിൻ്റെ ഛായ എന്നതിൽ ആകാരമാണ് അവസാനമുള്ളത്, അഭി എന്നതിൽ അകാരമാണ് ആദ്യമുള്ളത്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അവിടെ സന്ധി വരുന്നത്. നമ്മൾ രണ്ട് അസ്ഥികൾ ചേരുമ്പോൾ അവിടെ ഒരു സന്ധി ഉണ്ടാവുമല്ലോ, അതേപോലെ ഇവിടെ ഭാഷയിൽ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ സന്ധി ഉണ്ടാവുന്നു. തമഹ തദ്ഹി, തമഹ തദ്ഹി അന്വയം. ചന്ദ്രഹ ശശി ചന്ദ്രൻ, ജലം ജലമയം, അർക്കഹ സൂര്യ, അഗ്നി അഗ്നിമയം, ഭൂമി, മൃത്ത് മൃണ്മയി മണ്ണുള്ളത്, മണ്ണ് മാത്രം. യാ ഛായ രൂപീകൃതമായ ഛായ, അഭിച്ച കൂടാതെ, തത് തമഹ അങ്ങനെ അത് മറയ്ക്കപ്പെടുന്ന ആ ഇരുട്ടിൽ, ഹി അസ്തിയേവ ശശി ചന്ദ്രഹ സൂര്യം ആദിത്യം ഛാദയതി, ശശി ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നു. അത് സൂര്യനെ കൊണ്ട് മറയ്ക്കുമ്പോൾ അത് സൂര്യനെ മറയ്ക്കുകയാണ്, കാണാതെയാക്കുകയാണ്. അത് സൂര്യഗ്രഹണം. തത് സൂര്യഗ്രഹണം അഭിധീയതേ. മഹതി വിശാല ഭൂഛായ, ചന്ദ്രനേക്കാളും കൂടിയതായിട്ടുള്ള ആ ഭൂഛായ, ഭൂമിയുടെ നിഴല്, ശശിനം ചന്ദ്രനെ, ഛാദയതി മറയ്ക്കുന്നു, ആച്ഛാദയതി, തത് ചന്ദ്രഗ്രഹണം. ആ ഭൂമി ശശിയെ മറയ്ക്കുമ്പോൾ അവിടെ ചന്ദ്രഗ്രഹണവും വരുന്നു. കൂടുതൽ നമുക്ക് ശാസ്ത്ര സംബന്ധിയായ കാര്യമായതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കാം. ചന്ദ്രഹ ജലമയഃ അസ്തി, സൂര്യഃ വായിക്കട്ടെ, ആശയം ഇതാണ്. ചന്ദ്രഹ ജലമയഃ അസ്തി, സൂര്യഃ അഗ്നിമയഃ അസ്തി, ഭൂമി മൃണ്മയീ ഭവതി. യഥാ ചന്ദ്രഃ സൂര്യമാച്ഛാദയതി തഥാ ഭൂമേഃ കേഷുചിത് പ്രദേശേഷു ചന്ദ്രസ്യ ഛായ വ്യാപ്നോതി, തേഷു പ്രദേശേഷു അന്ധകാരഃ ദൃശ്യത്തെ. തത് സൂര്യഗ്രഹണം. തഥാ ഭൂമേഃ മഹതീ ഛായ ചന്ദ്രമാച്ഛാദയതി തഥാ ചന്ദ്രേ അന്ധകാരം വ്യാപ്നോതി, തത് ചന്ദ്രഗ്രഹണം. ഏതേ ദ്വേ അവസ്ഥേ സൂര്യഃ ഭൂമിഃ ചന്ദ്രഃ ച ഋജുരേഖ അവസ്ഥിതേഷു ഏവ സംഭവതഃ. അതിൻ്റെ എന്താണ് അവിടെ പറയുന്നതെന്ന് നോക്കാം. ആശയം: ചന്ദ്രൻ ജലമയമാണെന്ന് പറയുന്നു, സൂര്യ അഗ്നിമയമാണെന്ന് പറയുന്നു. സൂര്യൻ അഗ്നി, തീ, ചൂട്. ഭൂമി മൃണ്മയാണ്, മണ്ണ്. യഥാ ചന്ദ്ര ഭൂമിം ആച്ഛാദയതി, എപ്പോൾ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നു, അതായത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നു നേർരേഖയിൽ, അല്ലേ? അപ്പോൾ തഥാ ഭൂമേഃ കേഷുചിത് പ്രദേശേഷു, ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ ചന്ദ്രസ്യ ഛായ വ്യാപ്നോതി, ചന്ദ്രൻ്റെ നിഴല് വരുന്നു. തേഷു പ്രദേശേഷു, ആ പ്രദേശങ്ങളിൽ അന്ധകാരഃ ദൃശ്യതേ, ഇരുട്ട് കാണപ്പെടുന്നു. തത് സൂര്യഗ്രഹണം. യഥാ എപ്രകാരം ഭൂമേഃ മഹതീ ഛായ, ഭൂമിയുടെ വലിയ നിഴല്, ചന്ദ്രം ആച്ഛാദയതി, ചന്ദ്രനെ മറയ്ക്കുന്നു, തഥാ ചന്ദ്രേ അന്ധകാരം വ്യാപ്നോതി, അപ്പോൾ ചന്ദ്രനിൽ ഇരുട്ട് വരുന്നു, തത് ചന്ദ്രഗ്രഹണം, അത് ചന്ദ്രഗ്രഹണം. അപ്പോൾ ഭൂമിയുടെ ആ വലിയ രൂപം ചന്ദ്രനെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ
ആര് വരുന്നു? ആര് വരുന്നു? സൂര്യൻ വരുന്നു, അല്ല ഭൂമി വരുന്നു അല്ലേ? യഥാ ഭൂമേഹ മഹതി ഛായ ചന്ദ്രം ഛാദയതി. നേർരേഖയിൽ വരുമ്പോഴാണ് കേട്ടോ ആ മറക്കലൊക്കെ ഉണ്ടാവുന്നത്. തഥാ ചന്ദ്രേ അന്ധകാരം വ്യാപ്നോതി. അപ്പോൾ ഇരുട്ട് പരക്കുന്നു. തത് ചന്ദ്രഗ്രഹണം. അതിനെ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു. ഏതേ ദ്വേ അവസ്ഥയെ സൂര്യ ഭൂമി ചന്ദ്ര ച. ഈ രണ്ടവസ്ഥകളിലും സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഋജുരേഖ അവസ്ഥിതേഷു ഏവ സംഭവതഃ. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഇവ ഋജുരേഖയിൽ, നേർരേഖയിൽ ഉള്ളപ്പോഴാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുന്നത്. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്? എപ്പോഴാണോ ഭൂമിയുടെ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നത്, അപ്പോൾ ഭൂമിയുടെ ചില സ്ഥലങ്ങളിൽ ചന്ദ്രൻ്റെ നിഴല് വരുന്നു, ഇരുട്ട് വരുന്നു, ആ പ്രദേശങ്ങളിൽ അന്ധകാരം വരുന്നു. അത് സൂര്യഗ്രഹണം. ഭൂമിയുടെ ആ വലിയ നിഴല്, ഭൂമിയെ മഹതി ഛായ ചന്ദ്രൻ ഛാദയതി, നടുക്ക് നിന്ന് ചന്ദ്രനെ മറയ്ക്കുമ്പോൾ ഇവർക്കൊക്കെ തന്നെ വെളിച്ചം ഇവിടുന്ന് കിട്ടണം, സൂര്യനിൽ നിന്ന് കിട്ടണമല്ലോ. ഇവർക്കാർക്കും സ്വയം പ്രകാശം ഇല്ലല്ലോ, ചന്ദ്രനും ഇല്ല, ഭൂമിക്കും ഇല്ല. ഇതെല്ലാം സൂര്യനിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങോട്ട് പ്രതിഫലിപ്പിക്കുകയാണ് ചന്ദ്രൻ, അല്ലേ? അപ്പോൾ ചന്ദ്രൻ ഛാദയതി, ചന്ദ്രനെ മറയ്ക്കുന്നു. തഥാ ചന്ദ്രയെ അന്ധകാരം വ്യാപനം. അപ്പോൾ ചന്ദ്രനിൽ ഇരുട്ട് വരുന്നു. തത് ചന്ദ്രഗ്രഹണം. ഏതേ ദ്വേ അവസ്ഥയെ, ഈ രണ്ടവസ്ഥകളിൽ സൂര്യ, ഭൂമി, ചന്ദ്ര ച ഋജുരേഖാവസ്ഥിതേഷു ഏവ സംഭവതഃ. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, അല്ലെങ്കിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഇവ നേർരേഖയിൽ വരുമ്പോഴാണ് ആ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുന്നത്. അടുത്ത പഠന പ്രവർത്തനം നിങ്ങളിതിൻ്റെ ചോട്ടിൽ എഴുതണം. ഏതാണ് ഇവിടെ ഒന്നാമത്തെ ചിത്രം? ഇവിടെ പദങ്ങൾ കോഷ്ടത്തിൽ ബ്രാക്കറ്റിൽ എന്തെല്ലാമാണുള്ളത്? കോഷ്ടകാത് പദാനി ചിത്വ യഥോചിതം പൂരയിതു. കോഷ്ടകത്തിൽ നിന്ന്, ബ്രാക്കറ്റിൽ നിന്ന് ചേർക്കണം പദം. ഒന്നാമത്തത് അറിയാം, അവിടെ സൂര്യ ഉണ്ടല്ലോ. രണ്ടാമത്തത് അറിയാം, ഭൂമിയാണല്ലോ. മൂന്നാമത്തതോ ചന്ദ്ര, അത് എഴുതാം. കോഷ്ടകാത് ഉചിത പദാനി ഉപയുജ്യ പൂരയിതു. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദം സ്വീകരിക്കണം. ഇവിടെ ഇവിടെ ഏകം ഉണ്ടല്ലോ, അവസാനം കിടക്കുന്ന വാക്കാണ് എഴുതേണ്ടത്. ഇവിടെ ദശ എത്രാമത്തെ വാക്കാണ്? നാലാമത്തെ വാക്കാണ്. ശതം എത്രാമത്തെ വാക്കാണ്? ഒന്നാമത്തെ വാക്കാണ്. സഹസ്രം എത്രാമത്തെ വാക്കാണ്? അഞ്ചാമത്തെ വാക്ക്. അയുധം അടുത്ത വാക്ക്. നിയുധം, ലക്ഷം അവസാനത്തെ വാക്ക്. നിയുധം, ലക്ഷം. അയുധ, നിയുധം, ത്വയുധ, നിയുധം. അടുത്തത് ഉദാഹരണ അനുസാരം വാക്യാനി പൂരയതോ. എന്താണ് ഉദാഹരണത്തിൽ പറയുന്നത്? വൃക്ഷ ബ്രാക്കറ്റിലുണ്ട്. ഡാഷ് ഫലം പദ്ധതി, വൃക്ഷമാണുള്ളത്. അപ്പോൾ നമുക്ക് പറയണം വൃക്ഷത്തിൽ നിന്ന് ഫലം വീഴുന്നു എന്ന് പറയണം. അപ്പോൾ ഇവിടെ വൃക്ഷത്തിൽ നിന്ന് എന്നുള്ളതിന് നമ്മൾ പഞ്ചമി അകാരാന്ത പുല്ലിംഗം വൃക്ഷശബ്ദം പഞ്ചമി വിഭക്തി ഏകവചനം വൃക്ഷാത്. അതാണ് നമ്മൾ വിഭക്തി പഠിച്ചതിൻ്റെ കാര്യം. അപ്പോൾ പഞ്ചമി വിഭക്തി ഏകവചനം വൃക്ഷാത്, രാമാത്, ബാലാത്, ജലാത്, ആകാശാത് എന്നെല്ലാം വരും. അപ്പോൾ വൃക്ഷാത് എന്ന് വെച്ചു. വൃക്ഷാത് ഫലം പദ്ധതി. രണ്ടാമത്തത് സഹ ഡാഷ് ആഗച്ഛതി, ഗ്രന്ഥാലയ എന്ന വാക്കാണ്. അപ്പോൾ വൃക്ഷാത് പോലെ നമുക്ക് എങ്ങനെ പറയാം? ഗ്രന്ഥാലയാത്. രണ്ടും അകാരാന്താണല്ലോ. വൃക്ഷ എന്നതും ഗ്രന്ഥാലയ എന്നതും അകാരാന്താണ്. അപ്പോൾ അതിൻ്റെ പഞ്ചമി വിഭക്തി ഏകവചനത്തിൽ അല്ലെങ്കിൽ ഇൽ നിന്ന് എന്ന അർത്ഥം കിട്ടണമെങ്കിൽ പഞ്ചമി വിഭക്തിയിലെ വാക്ക് പ്രയോഗിക്കണം. അപ്പോൾ ഗ്രന്ഥാലയാത്. ഡാഷ് തോയം പദ്ധതി. എവിടെ നിന്നാണ് വെള്ളം താഴോട്ട് മേഘം നമുക്ക് എവിടെയാണ് മേഘമുള്ളത്? ആകാശത്തിലാണോ മേഘമുള്ളതെന്ന് നമ്മൾ പണ്ട് പഠിച്ചില്ലേ?
അപ്പോൾ ആകാശാത് തോയ പതതി, ആകാശത്തിൽ നിന്ന് വെള്ളം വീഴുന്നു, മഴ അല്ലേ. ഡാഷ് ബഹി ആഗച്ഛതി, നിലയം വീടാണ്, നിലയഹ വീട്, അപ്പം നിലയാത് ബഹി. പിന്നെ അതും അല്ല മക്കളെ, അവിടെ ബഹി എന്നുള്ളത് ഒരു അവ്യയാണ്. എപ്പോഴും ബഹി 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 തന്നെ വരുള്ളൂ, അതിന് ഒരു മാറ്റം വരില്ല. അങ്ങനെയുള്ള വാക്കാണ് അവ്യയം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സദൃശം തേഷു ലിംഗേഷു, 3 ലിംഗത്തിലും ഒരുപോലെ. സർവാസു ച വിഭക്തിഷു, എല്ലാ വിഭക്തിയിലും ഒരുപോലെ. വചനേഷു ച സർവേഷു, 3 വചനത്തിലും ഒരുപോലെ. അങ്ങനെയുള്ള വാക്കാണ് അവ്യയം. അപ്പോൾ ബഹി എന്ന വാക്കിൻ്റെ കൂടെ പഞ്ചമി വിഭക്തിയിലെ വാക്ക് പ്രയോഗിക്കണം. നിലയാത് ബഹി, പാത്രാത് ബഹി, ഗൃഹാത് ബഹി, വിദ്യാലയാത് ബഹി, അങ്ങനെയൊക്കെ പറയാം. യഥോചിതം യോജയതു. ആര്യഭടി, ഇവിടെ കുറച്ച് കവികളുടെ പേരും അവരുടെ കൃതികളുടെ പേരുമാണുള്ളത്. ഇവിടെ ചേരും പടി നമുക്ക് ആരോ മാർക്കിട്ട് ചേർക്കാം. ആര്യഭടീയം, ലീലാവതി, അഷ്ടാംഗഹൃദയം, ഗോളദീപിക, ഇതെല്ലാം ഓരോരോ ഗ്രന്ഥങ്ങളാണ്. നേർക്ക് നേരെ ഭാസ്കരഹ, വാഗ്ഭടഹ, അച്യുതപിഷാരോടി, ആര്യഭടഹ. നമുക്കറിയാലോ ആര്യഭടീയം എഴുതിയത് ആര്യഭടൻ്റേതായതുകൊണ്ടല്ലേ ആര്യഭടീയം എന്ന് പറയുന്നത്. കേരളത്തിൻ്റേതായതുകൊണ്ടല്ലേ കേരളീയം എന്ന് പറയുന്നത്. ശങ്കരൻ്റേതായതുകൊണ്ടല്ലേ ശങ്കരീയം എന്ന് പറയുന്നത്. അതൊക്കെ അറിയാം. പിന്നെ അപ്പോൾ ആര്യഭടീയം നമുക്ക് എവിടെ ചേർക്കണം? ആര്യഭടനോട് കൂടി ചേർക്കണം. ലീലാവതി എഴുതിയത് ഭാസ്കരാചാര്യനാണ്. ഭാസ്കരഹ എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ആചാര്യ എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ എഴുതാൻ ഇവിടെ പുസ്തകത്തിൽ എഴുതാത്തതുകൊണ്ട് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ലീലാവതി എഴുതിയത് ആരാണ്? ഭാസ്കരാചാര്യരാണ്. അഷ്ടാംഗഹൃദയം, ഇത് ആയുർവേദത്തിൻ്റെ പ്രമുഖമായ ഒരു ഗ്രന്ഥമാണ്. അത് എഴുതിയത് വാഗ്ഭടാചാര്യൻ. ഗോളദീപിക എഴുതിയത് അച്യുതപിഷാരോടി. അടുത്തത് യഥാ തഥാ പ്രയുജ്യ വാക്യം ലിഖതു. യഥാ എപ്രകാരം എന്ന് വെച്ചാൽ ഇതുപോലെ. ഛാത്രാഹ ഘണ്ഡാനാദം ശൃണ്വന്തി, ഛാത്രാഹ കക്ഷ്യാം പ്രവിശന്തി. ഇതാണ് അതിൻ്റെ അർത്ഥം. ഛാത്രാഹ വിദ്യാർത്ഥികൾ ഈ ഘണ്ഡാനാദം, ബെല്ലിൻ്റെ ശബ്ദം, ഘണ്ഡ ഈ മണിയടി ശബ്ദം എന്ന് പറയും പണ്ടൊക്കെ. ഘണ്ഡാനാദം ബെല്ലിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ പറയുന്നത്. ഘണ്ഡാനാദം ശൃണ്വന്തി, ശൃണോതി ശൃണുതഃ ശൃണ്വന്തി, ബഹുവചനം. അവിടെ ഛാത്രാഹ എന്നാണുള്ളത്, അതുകൊണ്ടാണ് ബഹുവചനം പറയുന്നത്. ഛാത്രാഹ ഘണ്ഡാനാദം ശൃണ്വന്തി, ഛാത്രാഹ കക്ഷ്യാം പ്രവിശന്തി. ഇത് യഥാ തഥാ വെച്ചിട്ട് എഴുതണം. യഥാ ഛാത്രാഹ ഘണ്ഡാനാദം ശൃണ്വന്തി, പിന്നെ ഫുൾ സ്റ്റോപ്പ് അവിടെ മാറ്റിയിട്ട് തഥാ ചേർക്കുക. പിന്നെ ഛാത്രാഹ എന്ന് 2 പ്രാവശ്യം വേണ്ടല്ലോ. തഥാ കക്ഷ്യാം പ്രവിശന്തി. അടുത്തത് യാനം സ്ഥഗയതി, ഛാത്രാഹ അവതരന്തി. വണ്ടി നിർത്തുന്നു, കുട്ടികൾ ഇറങ്ങുന്നു, വിദ്യാർത്ഥികൾ ഇറങ്ങുന്നു. അപ്പോൾ യഥാ തഥാ വെച്ചിട്ട് പറഞ്ഞു നോക്ക്. യഥാ ആദ്യം ചേർക്കണം. എങ്ങനെ? യഥാ യാനം സ്ഥഗതി തഥാ. നേരത്തെ വാക്യത്തിൽ ഛാത്രാഹ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് അടുത്ത വാക്യത്തിൽ ഛാത്രാഹ ചേർക്കാം. യഥാ യാനം സ്ഥഗയതി, എപ്പോൾ വണ്ടി നിർത്തുന്നു, തഥാ ഛാത്രാഹ അവതരന്തി, കുട്ടികൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. വൃഷ്ടി ഭവതി, ജനാഹ ഛത്രമുദ്ഘാടയന്തി. വൃഷ്ടി ഉണ്ടാകുന്നു, ജനങ്ങൾ കുട ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ പൂട്ടി വെച്ച കുട നിവർത്തുന്നത് തന്നെയാണ് ഉദ്ഘാടയന്തി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ഉദ്ഘാടനം എന്ന് പറയില്ലേ. ഇവിടെ കുട തുറന്ന് പ്രവർത്തിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ യഥാ വൃഷ്ടി ഭവതി തഥാ ജനാഹ ഛത്രം ഉദ്ഘാടയന്തി. മനസ്സിലായില്ലേ മക്കളെ? പദാനാം അർത്ഥം ലിഖതു. ശശി ചന്ദ്രൻ. ശശി എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ എന്നതിൽ അവസാനിക്കുന്ന പദമല്ല അത്. അതിൻ്റെ രൂപം ശശി, ശശിനൗ, ശശിനഹ എന്നാണ് പ്രഥമ വിഭക്തിയിൽ വരിക. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആയുധം എന്ന് പറഞ്ഞാൽ സഹസ്രം കഴിഞ്ഞാൽ ആയുധം, 1000 കഴിഞ്ഞാൽ 10000. ധരണി ഭൂമി, വർഷാഹ മഴകൾ, സതതം സദാ എപ്പോഴും. സൂര്യ എന്ന വാക്കിൻ്റെ പര്യായം. ഭാസ്വത്, വിവസ്വത്, സപ്താശ്വ,
ഹരിദശ്വ ഉഷ്ണരശ്മയ വികർത്തന അർക്കമാർത്തണ്ഡ മിഹിര അരുണ ഭൂഷണ. ഇതെല്ലാം സൂര്യൻ്റെ പര്യായം. വേറെ വേറെ ആക്കി പറയുകയാണെങ്കിൽ ഭാസത് വിവസത് സപ്താശ ഹരിദാശ ഉഷ്ണരശ്മയ വികർത്തന അർക്ക മാർത്തണ്ഡ മിഹിര അരുണ ഭൂഷണ. അടുത്തത് ചന്ദ്ര. സൂര്യൻ ഉഷ്ണരശ്മിയാണെങ്കിൽ ചന്ദ്രൻ ശീതകിരണനാണ്. ഹിമാംശു ആണ്. ഹിമാംശു ചന്ദ്രമ ചന്ദ്ര ഇന്ദു കുമുദ ബാന്ധവ. ഭൂമി ഇവിടെ പര്യായം. ഈ ഇവിടെ ചന്ദ്രൻ ഒന്നും കൂടെ പറയട്ടെ. ചന്ദ്ര ഹിമാംശു ശീതകിരണൻ, ചന്ദ്ര ചന്ദ്രമ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, പിന്നെ ചന്ദ്രമ ചന്ദ്ര, ഇന്ദു ചന്ദ്രൻ, ഇന്ദു ചന്ദ്രൻ, കുമുദ ബാന്ധവ ആമ്പലിൻ്റെ ബാന്ധവൻ, അതായത് ആമ്പലിനോട് ബന്ധമുള്ള ആൾ. അതായത് ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് ആമ്പൽ വിടരുക. അത് കവിസങ്കല്പങ്ങളാണ് കുമുദ ബാന്ധവൻ എന്നൊക്കെ ഉള്ളത്. ഭൂമി ഭൂഹു ഭൂമി അചല അനന്ത രസ വിശ്വംഭര സ്ഥിര. ധര ധരിത്രി ധരിത്രി ധരണി ക്ഷോണി ജ്യ കാശ്യപി ക്ഷിതി. അത് പിരിച്ചു പറയുമ്പോൾ ഭൂഹു ഭൂമി അചലമാണല്ലോ, അനന്തമാണല്ലോ, രസ വിശ്വംഭര സ്ഥിര, ധര ധരിത്രി ധരണി ക്ഷോണി ജ്യ കാശ്യപി ക്ഷിതി. ഇതിൽ കുറച്ച് 5-6 പദമെങ്കിലും നമ്മൾ ഭൂമിയുടെ പര്യായം പഠിക്കണം, എല്ലാത്തിൻ്റെയും പര്യായം പഠിക്കണം. ഇനി ഇകാരാന്ത പുല്ലിംഗം അഗ്നിശബ്ദം. ഇവിടെ അഗ്നി അഗ്നി എന്ന് പറയാൻ പ്രയാസം ഉണ്ടാവില്ല, നമുക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് വായിക്കാം. ഏകവചനം ദ്വിവചനം ബഹുവചനം. പ്രഥമ വിഭക്തിയിൽ അഗ്നി അഗ്നി അഗ്നയ, സംബോധന പ്രഥമ ഹേ അഗ്നേ ഹേ അഗ്നി ഹേ അഗ്നയ. ദ്വിതീയ വിഭക്തിയിൽ അഗ്നിം അഗ്നി അഗ്നേൻ. തൃതീയ വിഭക്തിയിൽ അഗ്നിന അഗ്നിഭ്യ അഗ്നിഭിः. ചതുർത്ഥി വിഭക്തിയിൽ അഗ്നയെ അഗ്നിഭ്യ അഗ്നിഭ്യഃ. പഞ്ചമി വിഭക്തിയിൽ അഗ്നേഹ അഗ്നിഭ്യ അഗ്നിഭ്യഃ. ഷഷ്ടി വിഭക്തിയിൽ അഗ്നേഹ അഗ്ന്യോഹ അഗ്നീനാം. സപ്തമി വിഭക്തിയിൽ അഗ്നോ അഗ്ന്യോഹ അഗ്നിഷു. ഈ അഗ്നി എന്ന് ഇനി പറയാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ കവിശബ്ദം പറയാം. കവിശബ്ദത്തിൻ്റെ 7 വിഭക്തി പഠിച്ചാൽ അതുപോലെയാണ് ഈ അഗ്നിശബ്ദവും മുനിശബ്ദവും രവിശബ്ദവും ഒക്കെ അതുപോലെ തന്നെയാണ് പറയുക കേട്ടോ. ഞാൻ കവിശബ്ദം പറയാം, നിങ്ങൾ രവിശബ്ദം പറയുമോ? ഞാൻ കവി പറയുമ്പോൾ നിങ്ങൾ രവി പറയണോ? കവിഹി രവിഹി കവി രവി കവയഃ രവയഃ. ഹേ കവേ ഹേ രവേ ഹേ കവി ഹേ രവി ഹേ കവയഃ ഹേ രവയഃ. കവിം രവിം കവി രവി കവീൻ രവീൻ. കവിന രവിന കവിഭ്യാം രവിഭ്യാം കവിഭിः രവിഭിः. കവയെ രവയെ കവിഭ്യാം രവിഭ്യാം കവിഭ്യഃ രവിഭ്യഃ. കവേः രവേः കവിഭ്യാം രവിഭ്യാം കവിഭ്യഃ രവിഭ്യഃ. കവേः രവേः കവ്യോः രവ്യോः കവീനാം രവീനാം. കവൗ രവൗ കവ്യോः രവ്യോः കവിഷു രവിഷു. അതേപോലെ തന്നെ മുനിശബ്ദം. ഇതൊക്കെ കേട്ട് നിങ്ങൾ മുനിശബ്ദം എഴുതി നോക്ക്, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇകാരാന്ത പുല്ലിംഗത്തിലുള്ള ഞാനിപ്പോൾ പറഞ്ഞ അഗ്നിശബ്ദമോ കവിശബ്ദമോ രവിശബ്ദമോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇകാരാന്ത പുല്ലിംഗത്തിൽപ്പെട്ട എല്ലാ വാക്കിൻ്റെയും 7 വിഭക്തി ഇതേപോലെ തന്നെയാണ് പറയുക, ഒരു വ്യത്യാസമില്ല. ഇനി ധാതുക്കൾ, ക്രിയാരൂപങ്ങൾ, ധാതുവും പ്രത്യയവും ചേർന്നിട്ടാണല്ലോ ക്രിയ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലുള്ള അസുധാതുവാണ്, പരസ്മൈപതിയാണ്, ലട്ടാണ്. ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നീ 3 വചനങ്ങൾ. കർത്താവ് ഏകവചനാണെങ്കിൽ ക്രിയ ഏകവചനമാവണം, കർത്താവ് ദ്വിവചനാണെങ്കിൽ ക്രിയ ദ്വിവചനമാവണം, കർത്താവ് ബഹുവചനാണെങ്കിൽ ക്രിയ ബഹുവചനം. അതായത് കർത്താവിൻ്റെ പുരുഷനും വചനവും അത് തന്നെയായിരിക്കും ക്രിയയുടെയും പുരുഷവചനങ്ങൾ. അസ്ഥി പ്രഥമ പുരുഷനിൽ അസ്ഥി സ്തഹ സന്ധി. അവിടെ പൊതുവിലൊരു ഉദാഹരണം എടുക്കുകയാണ് ഞാൻ. പുസ്തകമസ്തി പുസ്തകേ സ്തഹ പുസ്തകാനി സന്ധി. ഇനി മധ്യമപുരുഷനിൽ ത്വം തന്നെ കർത്താവ്, ത്വം അസി. യുവ അതിൻ്റെ ദ്വിവചനം യുവാ സ്തഹ, യോയം അതിൻ്റെ ബഹുവചനം യോയം സ്ഥ. അടുത്ത ഉത്തമപുരുഷൻ അഹം ആവാം വയം എന്നാണ്. അഹം അസ്മി ആവാം സ്വഹ വയം സ്മഹ. അടുത്തത് സൂര്യൻ്റെ പര്യായം അർക്കഹ സൂര്യ സൂര്യൻ, ഛാദയതി ആച്ഛാദയതി മറയ്ക്കുന്നു, ഛായ അനാഥപഹ നിഴൽ, തമഹ അന്ധകാരം ഇരുട്ട്, ശശി ചന്ദ്രഹ ചന്ദ്രൻ, ഹി യഥഹ എന്തെന്നാൽ.
ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പദാനി യഥോചിതം അപൂരയത് പൂരിപ്പിച്ചു. ഉചിത പദേന വാക്യാനി അലിഖത് ഉചിതമായ പദം ചേർത്ത് വാക്യം എഴുതി. യഥോചിതം യോജനം അകരോത് യോജിച്ച വാക്കുകൾ ചേരുംപടി ചേർത്തു. യഥാ തഥാ ഉപയോജ്യ വാക്യാനി അലിഖത് അതും എഴുതി. ഇനി അനുബന്ധം അധിക വാചന അംശ അധികമായിട്ട് വായിക്കാനുള്ള കാര്യം. ആര്യഭടീയം എന്നൊരു പുസ്തകത്തിൽ ചേരുംപടി ചേർക്കുമ്പോൾ നമ്മൾ ആര്യഭടനാണ് എഴുതിയത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോക്കാം. ആര്യഭടീയം പ്രശസ്ത ഭാരതീയ ഗണിതശാസ്ത്രജ്ഞ ജ്യോതിശാസ്ത്ര പണ്ഡിത ച ആസീത് ആര്യഭട. ക്രിസ്ത്വബ്ദം षड्सप्तत्यधिक-चतुर्शततमे वर्षे एषः जनिम् अलभत. तेन गणित-ज्योतिशास्त्रविषये लिखितः ग्रन्थः भवति आर्यभटीयम्. ग्रन्थेऽस्मिन् 4 खण्डाः सन्ति. ഒന്ന് വായിച്ച് അർത്ഥം മനസ്സിലാക്കാം. ആര്യഭടീയത്തിനെക്കുറിച്ച്. പ്രശസ്ത ഭാരതീയ ഗണിതശാസ്ത്രജ്ഞ ജ്യോതിശാസ്ത്ര പണ്ഡിത ച ആസീത് ആര്യഭട. പ്രശസ്തനായ ഭാരതീയനായ ഒരു ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രത്തിൽ വിശാരദനുമായ പണ്ഡിതനുമായ ഒരാളായിരുന്നു ആര്യഭടൻ. ക്രിസ്ത്വബ്ദം ക്രിസ്തുവർഷം ഈ വലത്തെ അറ്റത്തുനിന്ന് ഒറ്റ സ്ഥാനത്ത് മുതൽ ഇങ്ങനെയാണ് പറയേണ്ടത്. ഷഡ് 6, സപ്തതി 70, ചതുർശതം 400. അപ്പോൾ ഷഡ് സപ്തത്യധിക-ചതുർശതതമേ വർഷേ ഏഷഃ ജനിം അലഭത. തേന ഗണിത ജ്യോതിശാസ്ത്ര വിഷയെ ലിഖിതഃ ഗ്രന്ഥഃ ഭവതി ആര്യഭടീയം. അദ്ദേഹം ഗണിത ജ്യോതിശാസ്ത്ര വിഷയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ആര്യഭടീയം. ഗ്രന്ഥേസ്മിൻ നമ്മൾ ഇതുപോലത്തെ വാക്ക് അനേകം നമ്മൾ പതിച്ചെറിഞ്ഞത്. ഗ്രന്ഥേ അസ്മിൻ ചേർത്ത് പറയും. ഗ്രന്ഥേസ്മിൻ അവിടെ ആ ഒരു എസ് അടയാളത്തിന് പ്രശ്ലേഷം എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഗ്രന്ഥേ കഴിഞ്ഞ അസ്മിൻ എഴുതിയ ആ അകാരം അവിടെ ഉണ്ട് എന്നുള്ള സൂചനയ്ക്ക് ആ ഒരു എസ് അടയാളം ചിലപ്പോൾ എഫ് അടയാളം അയിന്ന് വരും. ചേർത്താണ്ട് വായിക്കാം. ഗ്രന്ഥേസ്മിൻ 4 ഖണ്ഡാः സന്തി. 4 ഖണ്ഡങ്ങൾ ഉണ്ട്. അധോദത്തം ചിത്രം അധികൃത്യ ചർച്ച ലിഖതു. ഈ ചിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതെന്താ അപ്പം അങ്ങനെ? ചിത്രത്തിൽ എന്താണുള്ളത്? ചന്ദ്രമ അല്ലേ, ശശി എന്നൊക്കെ പറഞ്ഞല്ലോ. വെള്ളത്തിൽ നിഴലും കാണുന്നുണ്ടല്ലേ. ഇങ്ങനെ ഇതിനെക്കുറിച്ച് അനേകം കാര്യങ്ങൾ ഒന്നിച്ച് കൂടിയിട്ട് പറയാം. ചന്ദ്രോദയ രാത്രികാല പൂർണ്ണചന്ദ്ര ആകാശേ അസ്തി സർവത്ര ചന്ദ്രികാ നിലാവ് പ്രസരതി വ്യാപിക്കുന്നു. ചന്ദ്രോദയം അതീവ മനോഹരം ഭവതി. ആകാശേ നക്ഷത്രാണി സന്തി എന്നൊക്കെ കണ്ട് എഴുതന്നെ. അപ്പോൾ ഈ പാഠം ഇവിടെ കഴിയാണ്. നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം മുതലുള്ള ഭാഗം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കും ഞാൻ. എന്തിനാണത് വായിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രയാസമുള്ള കാര്യം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയാസമില്ലാതെ ആവാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ്. തൃതീയ പാഠ ശാസ്ത്ര കൗതുകം. ശാസ്ത്രത്തിൻ്റെ കൗതുകമായ കാര്യങ്ങൾ. ശാസ്ത്ര കൗതുകം ശാസ്ത്രത്തിലുള്ള കൗതുകം അറിയാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. കൗതുകം നമുക്കറിയാത്ത പല കാര്യങ്ങളും കൗതുകമുള്ള കാര്യങ്ങൾ. ഭാരതസ്യ പ്രഥമഃ കൃത്രിമോപഗ്രഹഃ കഹ കഴിഞ്ഞ വിസർഗമുണ്ട്. അപ്പോൾ എന്ന് എഴുതി വായിച്ചു. പിന്നെ കഹ. ഭാരതത്തിൻ്റെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ട അല്ലേ. നല്ല കുട്ടിയാണ്. സമീചീന ഉത്തമം. ഇനി നോക്കാം. ഏതത് നാമ കഥം പ്രാപ്തം? ഈ പേരെങ്ങനെയുണ്ടായി? പ്രശസ്തനായ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനായ ആര്യഭടൻ എഴുതിയ ഈ കൃതിക്ക് ആര്യഭടീയം എന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉപഗ്രഹവും വന്നു. കൃത്രിമ ഉപഗ്രഹം ആദ്യമായിട്ട് ഇറക്കിയപ്പോൾ ഈ ഗണിത ജ്യോതിശാസ്ത്ര പണ്ഡിതനെ മറക്കാതെ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തിട്ട്
ആര്യഭ ആര്യഭട്ട എന്ന് പറഞ്ഞു. ആര്യഭടൻ എഴുതിയത് ആര്യഭടീയം. ഇനി നോക്കാം. ഉപഗ്രഹം, അദ്ദേഹത്തിൻ്റെ പേരുള്ള ഉപഗ്രഹം ആര്യഭട്ട അല്ലേ? തെറ്റിയോ? തെറ്റി നിങ്ങളൊന്ന് കമൻസിലിടണം കേട്ടോ. ടീച്ചർ പറഞ്ഞ ആകെ തെറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണ് ശരി എന്നൊക്കെ എഴുതിയാൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ മക്കളെ. സംസ്കൃത ഭാഷായ നൈകേ വിജ്ഞാനോദ്ദീപകാ ഗ്രന്ഥ വിദ്യന്തെ. സംസ്കൃത ഭാഷയിൽ എന്നാൽ ഏകം ഒന്നല്ല, പിന്നെ രണ്ടുമല്ല, അനേകമാണ്. എന്നാൽ ഏകം എന്ന് പറഞ്ഞാൽ അനേകമാണ്, ധാരാളം. വിജ്ഞാന ഉദ്ദീപകാഹ, അറിവിനെ ഉണർത്തുന്ന അനേകം ഗ്രന്ഥങ്ങൾ വിദ്യന്തേ ഉണ്ട്. തേ ഗ്രന്ഥ, ആ ഗ്രന്ഥങ്ങൾ, തേഷാം കർത്താരഹച്ച, അവയുടെ കർത്താക്കൾ എല്ലാം തന്നെ ലോകെ പ്രതിതാഹ ഭവന്തി, ലോകത്തിൽ പ്രസിദ്ധരാണ്. ഏതേഷു ഗ്രന്ഥേഷു വിദ്യമാനാഹ, ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളതായ സർവേ ശ്ലോകാഹ അഭി വിജ്ഞാനദായകാഹ ഭവന്തി, എല്ലാ ശ്ലോകങ്ങളും വിജ്ഞാനദായകമാണ്, അറിവിനെ തരുന്നതാണ്. തേഭ്യഃ ശ്ലോകദ്വയം പാഠേസ്മിൻ സമായോജിതം. ആര്യഭടീയത്തിലുള്ള 2 ശ്ലോകം നമുക്ക് ഭാഗ്യവശാൽ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതെന്താ നോക്കാം. വലിയൊരു ആര്യഭടീയത്തിലുള്ള 2 വരി നമുക്ക് കിട്ടുക പറഞ്ഞാൽ വലിയ സന്തോഷമല്ലേ. ഏകം ച ദശ ച ശതം, ഒരു തവണ കൂടി. ഏകം ച ദശ ച ശതം ച സഹസ്രം ത്വയുധ നിയുതേ തഥാ ച പ്രയുതം കോട്യർബുദം ച വൃന്ദം സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്. ഏകം, ദശ, ശതം, സഹസ്രം. തു അയുധാണ്, ത്വയുധം. അയുധ നിയുധം, അയുധവും നിയുധവും, അതായത് 10,000 ലക്ഷം. തഥാ ച പ്രയുധം, അതേപോലെ എന്താണ് 10 ലക്ഷം പ്രയുധം. കോട്ടി അർബുദം, പിന്നെ കോടി, പിന്നെ 10 കോടി. അർബുദം ച വൃന്ദം, കോടി, 10 കോടി, 100 കോടി എന്നൊക്കെയല്ല നമ്മൾ പറയല്. അങ്ങനെയൊക്കെ പറയുമല്ലോ. പിന്നെ ഈ സംഖ്യകൾ അനന്തമാണ്, അറ്റല്ല അതിന്. അപ്പോഴേ അങ്ങനെ ഇത് ദശഗുണം സ്യാത്. കോട്ടി അർബുദം ച വൃന്ദം സ്ഥാനാസ്ഥാനം ദശഗുണം സ്യാത്. ഇത് 10ൻ്റെ ഗുണിതങ്ങളായിട്ടാണ്. ഒരു 10ആണെങ്കിൽ 10 തന്നെ, 10 10ആണെങ്കിൽ 100 തന്നെ, 100 10ആണെങ്കിൽ 1000, 1000 10ആണെങ്കിൽ 10,000, 10,000 10ആണെങ്കിലോ ലക്ഷം അല്ലേ. പിന്നെ എന്താണ്, ലക്ഷം ഗുണിക്കണം 10ആണെങ്കിലോ 10 ലക്ഷം, 10 ലക്ഷം ഗുണിക്കണം 10ആണെങ്കിലോ കോടി. അങ്ങനെ എല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണെന്നാണ് പറയുന്നത്. ആര്യഭടീയത്തിലെ ഗണിതപാദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, കണക്കിനെ സൂചിപ്പിക്കുന്ന ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്. പദച്ഛേദം നമ്മൾ പറഞ്ഞതാണ്, ഇനി പറയണില്ല. ഇവിടെ നമുക്ക് സംഖ്യ ഒന്ന് വായിക്കാം. ഏകം, ദശ, ശതം, സഹസ്രം, അയുധം, നിയുധം, പ്രയുധം, കോടി, അർബുദം, വൃന്ദം. ഇതൊക്കെ നമ്മൾ വായിച്ചാൽ ഇവിടെ ഒരു ശ്ലോകം കൂടെ ഉണ്ട്, അതാണ് ടീച്ചർ നോക്കുന്നത്. ചന്ദ്രോജലം അർക്കോഗ്നി, ചന്ദ്രോജലം അർക്കോഗ്നി മൃദ്ഭൂ ഛായാവിയ തമഹ തദ്ധി ഛാദയതി ശശി സൂര്യം ശശിനം മഹതി ച ഭൂഛായ. പാടിയത് അത്ര നന്നായിട്ടില്ലല്ലേ? ആരോ പറഞ്ഞല്ലോ അത് നന്നായി മക്കളെ, പറഞ്ഞത് നന്നായിട്ടുണ്ട്. ചന്ദ്രോജലമർക്കോഗ്നി ഭൂ തെറ്റിപ്പോയേ. ചന്ദ്രോജലമർക്കോഗ്നി മൃദ്ഭൂഛായാപി യാ തമഹ തദ്ഹി ഛാദയതി ശശി സൂര്യം ശശിനം മഹതി ച ഭൂഛായ. ചന്ദ്രൻ ജലമയമാണ്, അർക്കൻ അഗ്നിമയമാണ്, ഭൂമി മൃണ്മയമാണ്. ഛായ അഭി യാ തമഹ തദ്ഹി ഛാദയതി ശശി സൂര്യം ശശിനം മഹതി ച ഭൂഛായ. ഇത് ആര്യഭടീയത്തിലെ ഗോളപാദത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ്. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ചന്ദ്രഹ ജലമർക്കോഗ്നി. പദച്ഛേദമാണ്, പദച്ഛേദം നമ്മൾ പറഞ്ഞതാണ്.
അന്വയക്രമത്തിൽ പറയാം. ചന്ദ്രഃ ജലം, അർക്കഃ അഗ്നി, ഭൂഃ മൃത്ത്, യാ ഛായ അഭി തത് തമഃ തത് അന്ധകാരം ഹി ശശി ചന്ദ്രഃ സൂര്യം ഛാദേതി. ശശി സൂര്യം ഛാദേതി. ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നു. സൂര്യഗ്രഹണം. മഹതി ഭൂച്ഛായ, ആ ഭൂമിയുടെ വലിയ നിഴൽ ശശിയെ മറയ്ക്കുന്നു. അതെന്താണ്? ഭൂമിയുടെ വലിയ നിഴൽ ശശിയെ മറയ്ക്കുന്നു. അത് ചന്ദ്രഗ്രഹണം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിലൂടെ എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം നന്നായി പഠിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.